Hello friends, Assalamu alaikum. Welcome back to Home Cook MALABAR. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറേ ആയല്ലേ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്വീറ്റ് ഐറ്റം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അടപ്രഥമൻ പുഡിങ്. അപ്പോൾ ഈ അടപ്രഥമൻ്റെ ഈ പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. കാരമലൈസ് ചെയ്ത ഞാലിപ്പൂവൻ പഴമാണ് ഞാൻ ഒരു ലെയറായിട്ട് ഈ പുഡിങ്ങിന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ആദ്യം നമ്മളൊന്ന് ഞാലിപ്പൂവൻ പഴം ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതാ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടൊന്ന് കാരമലൈസ് ചെയ്യാനും വേണ്ടി വെക്കാം. ഞാലിപ്പൂവൻ പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഇത് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ ഇതാ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി വരുന്നുണ്ട്, കാരമലൈസ് ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കാം. ഇതാ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ പഴം ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പുഡിംഗ് ട്രേയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ലെയറായിട്ട് ഇത് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പുഡിംഗ് ട്രേയിലാണ് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ ലെയറായിട്ട് ഈ നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ള പഴത്തിൻ്റെ ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ലെയർ ഒന്ന് പഴത്തിൻ്റെ ലെയർ ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ബൗളിലും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബൗളിലും കൂടി സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അടപ്രഥമനൊന്ന് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ചൂടാക്കാം. 2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ കൊത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് തേങ്ങാക്കൊത്തൊക്കെ ഏകദേശം വറുത്ത് വരുന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഒക്കെ നന്നായിട്ട് തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ആ നെയ്യിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അട ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂന്ന് ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുള്ളതാണ്. ശർക്കര പാനിയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ശർക്കരപ്പാനി ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരണം. അടപ്രഥമൻ ഇവിടെ റെഡി ആവുന്ന സമയം തന്നെ മറ്റൊരു അടുപ്പത്ത് ചൈന ഗ്രാസ് അഗർ ഞാൻ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ കുറച്ച് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
അത് ഏകദേശം ശർക്കരപ്പാനിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഇവിടെ ഞാൻ 1-ാം പാല് 2-ാം പാല് എന്ന് പറഞ്ഞിട്ടൊന്നും എടുത്തിട്ടില്ല, ഒറ്റ പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാ അടപ്രഥമനൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് നമ്മുടെ അടപ്രഥമന് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മധുരം ബാലൻസ് ചെയ്ത് നിൽക്കാനും വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടപ്രഥമൻ ഇതാ അവിടെ റെഡിയായി വരുന്നുണ്ട്. അതിനടുത്ത് തന്നെ നമ്മൾ ചൈന ഗ്രാസ് അഗ്രഗർ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ അഗ്രഗർ നമുക്ക് ഈ അടപ്രഥമനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു മിക്സ് നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കാം. പുഡിംഗ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവുന്ന നേരം നമുക്കൊരു സോസും കൂടി റെഡിയാക്കി എടുക്കാം. സോസ് റെഡിയാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാൻ അവിടെ ശർക്കരപ്പാനി റെഡിയാക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ശർക്കരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ശർക്കരയിലേക്ക് ഞാനിത് അവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി നീരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഇഞ്ചിൻ്റെ ജ്യൂസ്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തിക്കായിട്ടാണ് നിങ്ങൾക്ക് സോസ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക, അതായത് റെഡ്യൂസ് ചെയ്തെടുക്കാം. എന്നാൽ കുറച്ചുകൂടെ തിക്കായിട്ട് നമുക്ക് സോസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ അതായത് സോസും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ പുഡിംഗ് ഇതാ നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു ബൗളിൽ നമ്മൾ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ പുഡിങ്ങിന്റെ മുകളിലേക്ക് സോസും കൂടി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. മഴവിൽ മനോരമയിലെ ദേരുചി എന്നുള്ള പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണിത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.